ഭൂമിയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. കുറേ ആളുകൾ മറ്റുള്ള ആളുകളെ ചീത്ത പറഞ്ഞുകൊണ്ട് ജീവിതം കഴിച്ചു തീർക്കുന്നു. മറ്റു ചില ആളുകൾ നന്മ വിതറിയും പൂക്കൾ വിതറിയും ആളുകൾക്ക് നന്മ ചെയ്തുകൊണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഹെയ്റ്റ് സ്പീച്ച് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന എത്രയെത്ര ആളുകളാണ്. അതിലൊക്കെ നിങ്ങൾ നോക്കൂ, ഇത്തരത്തിലുള്ള നല്ലൊരു പ്രഭാഷണം. എന്റെ ഒരു സ്വപ്നം ഈ പെരിന്തൽമണ്ണയിൽ സ്വപ്നങ്ങൾ കാണുന്ന ഒരു കുട്ടിക്കും പണമില്ലാത്തതിന്റെ പേരിൽ അവർ പഠിക്കാതെ പോകരുത് എന്നുള്ളതാണ്. റൊണാൾഡോ ഒരു ദിവസം പോർച്ചുഗലിലെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. അപ്പൊ റൊണാൾഡോ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് വയസ്സായ ഒരാൾ ക്ലീനിങ് ജോലി ചെയ്യുന്നതാണ്. റൊണാൾഡോക്ക് ഒരു സങ്കടം തോന്നി. അയാൾ പെട്ടെന്ന് തിരിഞ്ഞ് റൊണാൾഡോയുടെ അടുത്തേക്ക് വന്നു. എനിക്ക് വലിയ സന്തോഷമായി, ലോകത്തെ പ്രശസ്തനായ കളിക്കാരനായ നിങ്ങൾ ഇവിടെ ഈ റൂമിൽ താമസിക്കണ്ടല്ലോ, നിങ്ങളെ കാണാൻ പറ്റിയല്ലോ എന്ന്. അപ്പൊ റൊണാൾഡോ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ വയസ്സം കാലത്ത് എന്തിനാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ കണ്ണുകൾ നിറഞ്ഞു. അയാൾ പറഞ്ഞു, എനിക്കൊരു കുട്ടിയുണ്ട്, അവൻ ഡോക്ടർ ആവണമെന്നാണ് അവന്റെ സ്വപ്നം. പക്ഷെ പഠിപ്പിക്കാൻ എന്റെ കയ്യിൽ സമ്പത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രായമായ കാലത്തും ഞാൻ അവന് വേണ്ടിയാണ്, അവനൊരു വെളുത്ത് കോട്ടിട്ട് സ്റ്റെതസ്കോപ്പ് തൂക്കി എന്റെ മുമ്പിലൂടെ വരുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത്. റൊണാൾഡോക്ക് വലിയ വിഷമായി. റൊണാൾഡോ പറഞ്ഞു, നിങ്ങളുടെ മകനെ എനിക്ക്